തിരുവനന്തപുരം പാർലമെൻറ്റിലെ NDA സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. എല്ലാ ദിവസവും പരമാവധി സമയം നമ്മുടെ പാർലമെൻറ്റിലെ വ്യത്യസ്ത വിഭാഗം ജനങ്ങളെ അദ്ദേഹം കണ്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെക്കുറിച്ചും തിരുവനന്തപുരത്ത് കേന്ദ്രമാക്കിക്കൊണ്ട് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം ജനങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ വളരെ വലിയ പ്രതികരണമാണ് ഉണ്ടാകുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതാണ് NDAയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന സമയത്ത് ഞങ്ങൾ പ്രത്യേകതയായി കാണുന്നത്. ഈ സമയത്ത് രാജ്യത്ത് എല്ലാ ഭാഗത്തും ഉണ്ടാകുന്ന ഒരു മുന്നേറ്റമുണ്ട്. BJPയുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് പൊതുപ്രവർത്തകർ മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും നിരവധി പ്രവർത്തകർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും BJPയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറെ അനുഭവ സമ്പത്തുള്ള പരിചയസമ്പത്തുള്ള പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിച്ച് വിജയിച്ചിട്ടുള്ളവരാണ് കൂടുതലും BJPയിലേക്ക് എത്തുന്നതെന്നുള്ളത് അവരുടെ പൊതുപ്രവർത്തനത്തിലുള്ള സാധ്യതയും BJPയുടെ വളർച്ചയ്ക്കും സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു മുതൽക്കൂട്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ K. കരുണാകരൻ അവരുടെ മകൾ പത്മജ ഉൾപ്പെടെയുള്ളവർ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ മുൻ കോർപ്പറേഷൻ കൗൺസിലർമാരായിരുന്ന തമ്പാനൂർ സതീഷ്, സോളമൻ പീറ്റർ, ഇങ്ങനെയുള്ള നിരവധി പേർ BJPയിൽ എത്തിയിരുന്നു. അതിനെയൊക്കെ തുടർന്ന് നമ്മുടെയൊക്കെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ പൊതുപ്രവർത്തന രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായിരുന്ന ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ലീഡറുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം പരിശോധിച്ചാൽ അതിൽ ഒരു പരിധിവരെ പ്രധാനമായും ആ മുന്നേറ്റങ്ങൾക്ക് സഹായിച്ച ശ്രീ മഹേശ്വരൻ നായർ, മഹേശ്വരേട്ടൻ ഇന്ന് BJPയിൽ ചേരുകയാണ്. അദ്ദേഹം നിരവധി കാലം KPCC എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ 20 വർഷം അദ്ദേഹം വളരെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കൗൺസിലറായിരുന്നു. അദ്ദേഹം 20 വർഷം കൗൺസിലറായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അതോടൊപ്പം തന്നെ ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന പൂജപ്പര സരസ്വതി മണ്ഡപം, ആ സരസ്വതി മണ്ഡപത്തെ ഒരു വളരെ ചെറിയൊരു ആരാധന നടത്തുന്ന, സരസ്വതി ദേവിയെ ആരാധിക്കുന്ന ഒരു ചെറിയ ഒരു ക്ഷേത്രമായിരുന്നു. അതിനെ ഇന്ന് കാണുന്ന തരത്തിൽ ലോകപ്രശസ്തമാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകർ ഒരാൾ മഹേശ്വരേട്ടനാണ്. അദ്ദേഹം നിരവധി കാലം അതിൻ്റെ ഭരണസമിതിയുടെ പ്രസിഡൻ്റായിരുന്നു. തീർച്ചയായിട്ടും ശ്രീ മഹേശ്വരൻ നായർ അവരുടെ BJPയിലേക്കുള്ള ഇനിയുള്ള കാലങ്ങളിൽ BJPയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ അദ്ദേഹം എടുത്ത തീരുമാനം തിരുവനന്തപുരത്തെ എന്നല്ല കേരളത്തിലെ പൊതുപ്രവർത്തനത്തിന് വളരെ വലിയ സംഭാവനയാണ് നൽകുന്നത്. BJPയുടെ രാഷ്ട്രീയ പ്രവർത്തന പന്ഥാവിൽ ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുതൽക്കൂട്ടായി ഞങ്ങൾ കാണുന്നു. അതോടൊപ്പം തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി തിരുവനന്തപുരത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമയം മാറ്റിവെക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ശ്രീ മഹേശ്വരൻ നായരെ പോലുള്ള ആൾക്കാർ ഞങ്ങളിലേക്ക് കടന്നു വരുന്നത്, പ്രത്യേകിച്ച് പാർലമെൻ്ററി രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും സമുദായ സംഘടനാ പ്രവർത്തന രംഗത്തും ഒക്കെ തന്നെ പ്രവർത്തിച്ച് പരിചയമുള്ളവർ കടന്നു വരുന്നത് വളരെ വലിയൊരു മാറ്റമായി ഞങ്ങൾ കാണുന്നു. ഞാൻ അദ്ദേഹത്തെ BJPക്ക് വേണ്ടി, BJPയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഒക്കെ തന്നെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. മഹേശ്വരേട്ടനെ നമ്മുടെ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായുള്ള രാജീവേട്ടൻ ഷാൾ അണിയിച്ച് ആദ്യം സ്വീകരിക്കും. പ്രിയപ്പെട്ട പാർട്ടിയുടെ മുതിർന്ന നേതാവ് മുൻ സംസ്ഥാന അധ്യക്ഷൻ PK കൃഷ്ണദാസ്ജി അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് സ്വീകരിക്കും. മഹേശ്വരനായിരുന്നു പൂജപ്പുരത്തെ നേരത്തെ കൗൺസിലർ. അപ്പോൾ ഇപ്പോൾ ഞാനാണ് ഇവിടെ കൗൺസിലർ. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു സന്തോഷം കൂടെ ഉണ്ട്. എല്ലാ ബൂത്തുകളും സ്വാഭാവികമായിട്ട് പൂജപ്പുരത്തെ ബൂത്തുകളൊക്കെ തന്നെ BJP നന്നായിട്ട് ലീഡ് ചെയ്യുന്ന ബൂത്തുകളാണ്. ഇനിയിപ്പോൾ അക്കാര്യത്തിൽ കൂടുതൽ ആവേശമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. നന്ദി, നമസ്കാരം. ഇനി നമ്മുടെ പത്രസമ്മേളനത്തിലേക്ക് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലുമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, അന്നത്തെ കൊണ്ട് സമ്മാന സദസ്സൊന്നുകൂടി തീർന്നില്ല, മുന്നോട്ട് പോവുകയാണെന്ന്. ഇനിയും നല്ല നല്ല വാർത്തകൾ തരാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്.
മഹേശ്വരേട്ടൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ചതിന് ശേഷം പത്രസമ്മേളനത്തിൽ പോകും. ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ രാജേഷ് ചന്ദ്രശേഖർജി, കൃഷ്ണദാസ്, നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വി രാജേഷ്, ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഞാനും കഴിഞ്ഞ ഒരു 3-4 വർഷമായി കോൺഗ്രസ് പ്രവർത്തനത്തിൽ സ്വല്പം അകന്ന് നിൽക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, സ്വന്തമായിട്ട് ഉള്ള പല പല കാര്യങ്ങളുള്ളത് കൊണ്ടാണ് അങ്ങനെ മാറി നിന്നത്. പക്ഷെ കഴിഞ്ഞ 1-2 ആഴ്ചയായി നമ്മുടെ സുനിൽ പരമേശ്വരൻ അന്തല്ലൂർ സ്വാമി എൻ്റെ അടുത്ത് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കൃഷ്ണദാസ് ജി വരും അത് പറയുകയും 2-3-4 ദിവസത്തിന് മുമ്പ് തന്നെ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആലോചിക്കണം, ആലോചിച്ചതിന് ശേഷം ഞാൻ മറുപടി പറയാം. അപ്പം അതിനുശേഷം നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ പഴയ മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം, ഞാൻ പ്രതിദാനം ചെയ്ത ഒരു കൊച്ചു വാർഡിലാണ് പൂജപ്പുര. അവിടെ നഗരസഭയുടെ ഫണ്ടില്ലാതെ തന്നെ ഒരു 20 വർഷം കൊണ്ട് സ്വയം പര്യാപ്തത നേടിയ ഒരു വാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. അതാരും കണക്ക് കൂട്ടാത്തതുകൊണ്ടാണ് ഒരു 3-3.5 കോടി രൂപ ഒരു വർഷം ആ വികസന പ്രവർത്തനത്തിലൂടെ നഗരസഭയ്ക്ക് നേടാൻ കഴിയും. അങ്ങനെ 5 വർഷം കൊണ്ട് ഏതാണ്ട് 10-15 കോടി രൂപയുടെ വികസന പ്രവർത്തനം ആ പ്രദേശത്ത് നടത്താം. അതുപോലെ അസംബ്ലിയിലായാലും പാർലമെൻറ്റിലായാലും തിരഞ്ഞെടുത്തയച്ചാൽ നമ്മുടെ പ്രദേശത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ചില സംഭാഷണങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ സാധാരണഗതിയിൽ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഉദ്ദേശത്തോടുകൂടിയാണ് പലരും ഒരു നിലപാടെടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഉപാധിയുമില്ലാതെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വികസനം അത് നമ്മുടെ ലക്ഷ്യമാണ്. നമുക്കറിയാം, തിരുവനന്തപുരം നഗരസഭയ്ക്ക് സാധാരണ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അതിൻ്റെ ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കണമെങ്കിൽ ഒരു വ്യക്തമായ കാഴ്ചപ്പാടും ഒരു മാസ്റ്റർ പ്ലാനും വേണം. നിർഭാഗ്യവശാൽ ഞാനൊരു 10-20 വർഷം ഈ മാസ്റ്റർ പ്ലാന് വേണ്ടി നഗരസഭയിൽ ശബ്ദിച്ചിട്ടുള്ള ഒരാളാണ്. ഇതുവരെയും ഈ നിമിഷം വരെയും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഈ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും പുതിയ ജനങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ തലസ്ഥാന നഗരം ഉയരണം. അപ്പോൾ അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാട് വേണമെങ്കിൽ ദീർഘവീക്ഷണത്തോടെയുള്ള കാര്യങ്ങൾ നഗരസഭയും സർക്കാരും ചെയ്യും. അക്കാര്യത്തിൽ പൂർണ്ണ പരാജയമാണ്. ഞാൻ നമ്മുടെ സ്ഥാനാർത്ഥിയുമായി നമ്മുടെ അടുത്ത കാലത്താണ് 2-3 ദിവസമായിട്ട് പരിചയപ്പെട്ടിട്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ തിരുവനന്തപുരം സാധാരണ എല്ലാ ഇലക്ഷനും നമ്മളെല്ലാം വികസനത്തിന് വേണ്ടി സംസാരിക്കുകയും അത് പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത്. നമ്മുടെ മുന്നിലുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ന് ഈ നഗരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. നഗരം മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയ്ക്ക് കേരളത്തിനും വേണ്ട വികസന പദ്ധതികൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് ഉണ്ട് എന്ന് കഴിഞ്ഞ 2-3 ദിവസമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമാണ് ഞാൻ ഈ തീരുമാനമെടുക്കുവാൻ കാരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ 2-3 ദിവസം സമയം ചോദിച്ചതാണ്. വ്യത്യസ്ത മതവിഭാഗ
സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിലെ പ്രവർത്തകർ അവരെല്ലാം പറയുന്നത് നമുക്കിപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർജിയെ വിജയിപ്പിക്കുക, വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചാൽ അദ്ദേഹത്തിന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കാഴ്ചപ്പാടുണ്ട് എന്ന് എനിക്കും ബോധ്യപ്പെട്ടു. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ ഈ തിരുവനന്തപുരം പാർലമെൻറ്റിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംരംഭത്തിന് മുതിർന്നത്. എൻ്റെ മുന്നിലുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി നമുക്ക് പാർലമെൻറ്റിൽ അദ്ദേഹത്തെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ അയക്കാം, അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് നിൽക്കാം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാം. അങ്ങനെയുള്ള ഒരു ഇടപെടലുണ്ട്. ഞാൻ എന്നെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പൊതുരംഗത്ത് പ്രവർത്തിച്ചത് മുമ്പത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലീഡറോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള കൈപ്പേറിയ അനുഭവങ്ങളൊന്നും, കാരണം ഞാൻ ആരുടെടുത്തും ഒരു സ്ഥാനമാനത്തിന് വേണ്ടി പോകാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ദുഃഖങ്ങളൊന്നും എനിക്കില്ല. ഇനിയും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വൈകിയതിൻ്റെ കാരണങ്ങൾ ഞാനപ്പോൾ പറഞ്ഞു. ഇനി അത് അക്കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ഉചിതമല്ല. ഞാനും ശ്രീ മഹേശ്വരൻ നായർ സാറിനെ വെൽക്കം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. എനിക്ക് വിശ്വാസമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പണിയെടുത്ത് നമ്മളൊരു പുതിയ തിരുവനന്തപുരം അതിൻ്റെ ഒരു വിഷൻ ഡോക്യുമെൻ്റ് ഉണ്ടാക്കും. നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ ആ വിഷൻ ഡോക്യുമെൻ്റ് വെരി സൂൺ ഞങ്ങൾ വയ്ക്കും. ഇത് ഈ ഇലക്ഷൻ കഴിഞ്ഞ് ആ ഒരു മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉള്ളൊരു ഡിറ്റർമിനേഷൻ കൊണ്ട് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ കൂടെ എടുത്ത് പണിയെടുക്കും, എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകും. ഇന്ന് ഞാൻ ഒരു വേറെ ടോപ്പിക്കിനെ പറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഒന്നോ രണ്ടോ പോയിന്റ് വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ 1-2-3 ദിവസം നമ്മുടെ ഇന്ത്യ അലയൻസിൻ്റെ 2 പാർട്ട്ണറും കോൺഗ്രസ് ലെഫ്റ്റ്, ഇവർ ഇന്ത്യ അലയൻസിൻ്റെ ചായയും സമോസയും കഴിക്കുന്ന പാർട്ട്ണർമാരാണല്ലോ. അവർ വെസ്റ്റ് ബംഗാൾ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു, കർണാടക എല്ലാ സ്റ്റേറ്റിലും ഒരു ഇന്ത്യ അലയൻസിൻ്റെ പേരിൽ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ആണല്ലോ 2 പാർട്ടിയും. പക്ഷേ 2-3 ദിവസമായിട്ട് ഒരു ഭയങ്കര അടി, ഒരു പെട്ടെന്നൊരു കോമ്പറ്റീഷൻ. ശശി തരൂർ ഇന്നലെ പറയുന്നു ലെഫ്റ്റ് ഇസ് കട്ടിങ് ഇൻ ടു ദി ആൻറ്റി BJP വോട്ട്. ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ്. ചീഫ് മിനിസ്റ്റർ സഖാവ് പിണറായി വിജയൻ പറയുന്നു CAനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ. എന്തിന് കോമ്പറ്റീഷൻ? ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെ പേടിപ്പിച്ച് അവർ വോട്ട് കിട്ടാൻ പെട്ടെന്നൊരു കോമ്പറ്റീഷൻ. ഇതെല്ലാം ഒരു സൈഡിൽ നടക്കുന്നു. ശശി തരൂർ പറയുന്നു ഇത് ആൻറ്റി BJP വോട്ടിനെ ഡിവൈഡ് ചെയ്യുന്നൊരു എഫേർട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് 2 ദിവസമായിട്ട് ഞാൻ വിചാരിക്കുക ഇത് എന്തിൻ്റെയാണ് ഈ ഇലക്ഷൻ? ഈ ഇലക്ഷൻ തിരുവനന്തപുരത്ത് എങ്ങനെ ആൻറ്റി BJPൻ്റെ ഇലക്ഷൻ ആയി? ഞാനൊരു വലിയൊരു പൊളിറ്റിക്കൽ ആനലിസ്റ്റ്, ഒരു അങ്ങനെ ജീനിയസ് ഒന്നും അല്ലെങ്കിലും, ഞാനൊരു വിശ്വപൗരനല്ലെങ്കിലും എനിക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഈ ഇലക്ഷൻ ഇവിടെ ഇരിക്കുന്ന മെമ്പർ ഓഫ് പാർലമെൻറ്റിൻ്റെ പെർഫോമൻസ് നോക്കി അതിനെപ്പറ്റി ജനങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അദ്ദേഹം പണി ചെയ്തിട്ടുണ്ടോ, പറഞ്ഞത് ചെയ്തോ, അതിൻ്റെ ഒരു ഒക്കേഷൻ അല്ലേ ഡെമോക്രാറ്റിക് പ്രോസസ്. അതെല്ലാം വിട്ട് ഇതിനെ വേറെന്തെങ്കിലും ആക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നമുക്കൊരു 15-20 മിനിറ്റ്സ് ഇരുന്ന്
ഈ എലക്ഷൻ എന്താണ് ഈ എലക്ഷൻസിൻ്റെ ഇഷ്യൂ ഒന്ന് ഞാൻ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ 3 കാൻഡിഡേറ്റ്സ് ഉണ്ട്. 3 കാൻഡിഡേറ്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് 3 പാർട്ടി. ഒന്ന് കോൺഗ്രസ് പാർട്ടി, ഒന്ന് ലെഫ്റ്റ്, ഒന്ന് BJP NDA. ഈ എലക്ഷൻ റിയാലിറ്റി, ഈ എലക്ഷൻ ഒരു കമ്മ്യൂണിറ്റിൻ്റെ വോട്ടിന് ഫൈറ്റ് ചെയ്യാനുള്ള എലക്ഷൻ അല്ല. ഈ എലക്ഷൻ ജനങ്ങൾ 10 കൊല്ലം കോൺഗ്രസിന് കൊടുത്തപ്പോൾ അവരുടെ എന്തായിരുന്നു പെർഫോമൻസും ട്രാക്ക് റെക്കോർഡ്, ജനങ്ങൾ നരേന്ദ്രമോദിജീൻ്റെ BJPക്ക് 10 കൊല്ലം കൊടുത്തപ്പോൾ നരേന്ദ്രമോദിജി ആ 10 കൊല്ലം ജനങ്ങൾ തന്ന അവസരം എന്ത് ചെയ്തു. അതുകൊണ്ട് ലെഫ്റ്റ് 8 കൊല്ലം കേരള നാടിൻ്റെ ജനങ്ങൾ അവർക്കൊരു അവസരം കൊടുത്തു. ലെഫ്റ്റിൻ്റെ എന്തായിരുന്നു പെർഫോമൻസ്. ഇതാണ് ശരിക്കും എലക്ഷൻ. ഇതെല്ലാം പറയാണ്ട് 15 കൊല്ലത്തിൻ്റെ പെർഫോമൻസ് ഒന്നും തൊടാണ്ട് ഇതിനെ CAൻ്റെ ഒരു ഫിക്ഷൻ, CAൻ്റെ ഒരു നുണ, ആൻറ്റി BJP ഫ്രണ്ട് ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നത് അത് ശരിയല്ല. അതൊന്നും ഒരു കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഡെമോക്രാറ്റിക് പ്രോസസ് അല്ല എന്ന് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ 3 ഫ്രണ്ട്, 3 പാർട്ടീൻ്റെ എന്തായിരുന്നു പെർഫോമൻസ് ഞാൻ ഒരു 10 സ്ലൈഡിൽ ഐ വിൽ ഷോ ഇറ്റ് ടു യു, ഫാക്ട്സ്, ഡേറ്റ. എന്നാൽ പിന്നെ എല്ലാവർക്കും നിങ്ങളുടെ മാധ്യമത്തോട് എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവും നരേന്ദ്രമോദിജീൻ്റെ BJP 10 കൊല്ലം ജനങ്ങളുടെ അവസരം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, കോൺഗ്രസ് എന്ത് ചെയ്തു, ലെഫ്റ്റ് എന്ത് ചെയ്തു. സ്ലൈഡ് ഞാൻ പറയുന്നത് അതിന് ഫാക്റ്റാണ്. ഇന്ന് ഇന്ത്യൻ്റെ പൊസിഷൻ, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും സ്ട്രോങ്, ഏറ്റവും മുമ്പോട്ട് പോകാനുള്ളൊരു പോസിബിലിറ്റി ഉള്ള സിറ്റുവേഷനാണ് ഇന്ത്യ ഇന്ന് 2024. നെക്സ്റ്റ്, എങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി? 2004 മുതൽ 2014 ആ 10 കൊല്ലം കോൺഗ്രസ് സർക്കാർ ഉണ്ടാവുന്ന സമയം എല്ലാ ഇക്കോണമിസ്റ്റും, ഞാനല്ലാതെ പറയുന്നത്, അതൊരു ലോസ്റ്റ് ഡെക്കേഡ് ആയിട്ടാണ് കാണുന്നത്. 10 കൊല്ലം ജനങ്ങൾ കൊടുത്ത ഒരു അവസരം, അതൊരു ലോസ്റ്റ് ഡെക്കേഡ്. 2014 to 2019 5 കൊല്ലം ഒരു ട്രാൻസ്ഫോമിങ് ഇന്ത്യ, 19 to 24 ഒരു ന്യൂ ഇന്ത്യ. എന്നിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു വികസിത ഭാരതത്തിൻ്റെ ഒരു റിയൽ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. നെക്സ്റ്റ്, ഈ 10 കൊല്ലം കോൺഗ്രസിൻ്റെ ടൈമിൽ എന്തായിരുന്നു സ്ഥിതി? ഇത് ഞാനല്ല പറഞ്ഞിട്ടോ, അവരുടെ ഒരു ഫോമർ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ സാധനമാണ്. 100 പൈസ ഡൽഹിയിൽ നിന്ന് വിടുമ്പോൾ, 100 രൂപ അവിടുന്ന് വിടുമ്പോൾ ബെനിഫിഷ്യറീസിൻ്റെ അടുത്ത് എത്തുന്നത് 15 rupees. ഞാനല്ല പറയുന്നത്, ഇതായിരുന്നു റിയാലിറ്റി. ആ സമയത്ത് 2004-2014 ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്കാംസ് ആ സമയത്തായിരുന്നു. ആ 2004 മുതൽ 2009 ആരായിരുന്നു ഗവൺമെന്റ്? കോൺഗ്രസ് ലെഡ് UPA. കോൺഗ്രസ് ലെഡ് UPAൻ്റെ ഔട്ട്സൈഡ് സപ്പോർട്ട് ആരാ കൊടുത്തിരുന്നത്? CPM. അപ്പോൾ CPM കോൺഗ്രസിൻ്റെ ഒരു കൊളാബറേഷൻ 2004 മുതൽ ഇതുവരെ ഒരു റിയൽ ഫാക്റ്റാണ്. നെക്സ്റ്റ്, ഈ 2014 മുതൽ 2024 വരെ എന്ത് നടന്നു? ആ ഓൾഡ് ഇന്ത്യൻ്റെ നറേറ്റീവ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് അതേ ഇന്ത്യ, അതേ സിസ്റ്റം, അതേ ഗവൺമെൻറ്, അതേ ഡെമോക്രസി. ആ 100 രൂപ ഡൽഹിയിൽ നിന്ന് വിടുമ്പോൾ 100 രൂപ എത്തുന്നു. ലീക്കേജസ് വർത്ത് 2.75 lakh crores. ഇതൊന്നും ആരും, ശശി തരൂരിനും പറയാൻ ഒരു കഴിവില്ല, അതിന് പറയാനൊരു രുചിയില്ല, താല്പര്യമില്ല. ഇതെല്ലാം വിട്ട് ആൻറ്റി BJP ഫ്രണ്ട് CAA ആണ് ഇഷ്യൂ ഫോർ എലക്ഷൻ. ഇതാണ് ചേഞ്ച്, ഇതാണ് റിയൽ ചേഞ്ച്, ജനങ്ങളുടെ ലൈഫിൽ വന്ന ചേഞ്ച്. നെക്സ്റ്റ്, ഇക്കണോമിക് പെർഫോമൻസ്. ഞാൻ ശരി ഡീറ്റെയിൽസ്
അങ്ങനെ ഗ്രാനുലർ ഡീറ്റെയിൽസ് പോകുന്നില്ല. 2004 വിട്ട ഇക്കോണമി 8.9% അടൽ ബിഹാരി വാജ്പേയിൻ്റെ ഇക്കോണമി. 10 കൊല്ലം കോൺഗ്രസ് വിട്ടുപോയപ്പോൾ 5.3%. ഇതെല്ലാം ഫാക്ട്സ്, ഡേറ്റ. നരേന്ദ്രമോദിജി വിടുമ്പോൾ 8.4%. ഇതിനെപ്പറ്റി ശശി തരൂർ എന്തെങ്കിലും പറയോ? ഇല്ല. ആന്റി BJP ഫ്രണ്ടാണ് അദ്ദേഹത്തിന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, UPA's ലോസ്റ്റ് ഡെക്കേഡ് വേഴ്സസ് ന്യൂ ഇന്ത്യ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തായിരുന്നു അടൽ ബിഹാരി വാജ്പേയിന്റെ ടൈം? 31% ഓഫ് GDP. എങ്ങനെ എത്തി? എവിടെ എത്തി? 16%. ഇപ്പൊ എന്താണ്? 28%. നെക്സ്റ്റ്, ഫുഡ് പ്രൈസ് റൈസ് ഹൈക്കിനെ പറ്റിയെല്ലാം എല്ലാ ഒരു 2 മാസം ഓരോരോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഇതാണ് ഫാക്ട്. കോൺഗ്രസിന്റെ ടൈമിൽ, UPA ടൈമിൽ ഇൻഫ്ലേഷൻ 9.4%, നമ്മുടെ 5.4%. അവരെ മാക്സിമം ഇൻഫ്ലേഷൻ കോൺഗ്രസ് ആ 10 കൊല്ലത്തിൽ 15.3%, 7.5%. ഈ 15.3% ഉണ്ടാവാത്ത സമയത്ത് CPM ആയിരുന്നു ഔട്ട്സൈഡ് സപ്പോർട്ട് കൊടുക്കുന്നത് കോൺഗ്രസിന്. അപ്പൊ ഒന്നും പറഞ്ഞില്ല. ഡബിൾ ഡിജിറ്റ് ഇൻഫ്ലേഷൻ എത്ര ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു UPA ടൈമിൽ? 10 ക്വാർട്ടേഴ്സ്. 10 ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 30 മാസം, 3 കൊല്ലം ഡബിൾ ഡിജിറ്റ് ഇൻഫ്ലേഷൻ. നെക്സ്റ്റ്, ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ജോബ്സ് ക്രിയേറ്റ് ആവുന്നില്ല. UPA ടൈമിൽ 1.5 crores ആണ് ടോട്ടൽ ജോബ്സ് ക്രിയേറ്റ്. ഈ 10 കൊല്ലത്തിൽ 21 crore ജോബ്സ്. നെക്സ്റ്റ്, അത് UPA വേഴ്സസ് നരേന്ദ്രമോദി. അത് കുറെ ഞാൻ ഈ പ്രസന്റേഷൻ സർക്കുലേറ്റ് ചെയ്യാം, നിങ്ങളെല്ലാം യൂസ് ചെയ്യാം. ഞാൻ UPA പറ്റി പറഞ്ഞു, 10 കൊല്ലം നരേന്ദ്രമോദിജിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ വരൂ കേരള CPM 8 കൊല്ലം. ഇതാണ് എക്സ്പേർട്സ് പറയുന്നത്. A highly debt stressed state breaking its FRBM targets. One amongst 5 highly stressed states with high indebtedness. ഇന്ന് പെർ ക്യാപിറ്റ ഡെറ്റ്, ഒരു കുട്ടി ജനിക്കുന്ന മുമ്പ് കുട്ടീൻ്റെ തലയിൽ 1.2 lakhs ഡെറ്റാണ്. Only 3 states are a state with deteriorating debt situation. 8 കൊല്ലം ജനങ്ങളൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു ലെഫ്റ്റിന്. അവർ ഇന്ന് നെക്സ്റ്റ് ശമ്പളവും പെൻഷൻ കൊടുക്കാൻ അവർക്ക് വേണം ബോറോയിങ്. 58,000 crores ആയിരുന്നു കിഫ്ബി ബോണ്ട്സ്, ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട്സ്. അത് എവിടെ പോയി? എന്തിൽ ഇൻവെസ്റ്റ് ചെയ്തു? പ്രൊഡക്റ്റീവ് ആസറ്റ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടാവാത്ത, റവന്യൂ ഗ്രോത്ത് ഉണ്ടാവാത്ത? നെക്സ്റ്റ്, സ്റ്റേറ്റ് ഇസ് ബോറോയിങ് ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കുറച്ച് ടെക്നിക്കലാണ്, ബട്ട് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും. നെക്സ്റ്റ്, ആൻഡ് നോട്ട് സ്പെൻഡിങ് ഓൺ കേരളാസ് ഫ്യൂച്ചർ ഡെവലപ്മെന്റ്. നെക്സ്റ്റ്, അതിൻ്റെ കോൺട്രാസ്റ്റ് ആണ് നരേന്ദ്രമോദി ചെയ്ത ഫ്രജൈൽ 5 to top 5. നമ്മൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ഇൻ ദ വേൾഡ് ആണ് ഇന്ത്യ, 8.4%. നെക്സ്റ്റ്, ഇത് 2,200 crores കേരളയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് റിലീസ് ചെയ്തതാണ്. അത് എവിടെ പോയി? എന്ത് ചെയ്തു? പ്രൊഡക്റ്റീവ് ആസറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ്, കോൺട്രാസ്റ്റ്. ഇതാണ് എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷൻ ബൈ നരേന്ദ്രമോദി. എയിംസ് 70 കൊല്ലത്തിൽ 1, ഇപ്പോൾ 22. ഞാനിപ്പോൾ എല്ലാം ലിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ബട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പോയിന്റ് ഉണ്ടാക്കുന്നു. നെക്സ്റ്റ്, സ്കിൽസ്. ഒരു കോംപ്രിഹെൻസീവ്, ഇത് എഗെയിൻ ഒരു ഡേറ്റ ഞാൻ ഷെയർ ചെയ്യുന്നു. 2014 ടോട്ടൽ വർക്ക് ഫോഴ്സ്, ഇന്ത്യൻ്റെ ടോട്ടൽ ജനങ്ങൾ രാവിലെ എണീറ്റിട്ട് പണിയെടുക്കാൻ പോകുന്ന, സാലറിക്ക് പണിയെടുക്കാൻ പോകുന്ന ജനങ്ങൾ
42 crore ജനങ്ങളായിരുന്നു ഇന്ത്യൻ്റെ വർക്ക് ഫോഴ്സ്. അതിൽ ഇൻഡിപെൻഡൻസിൻ്റെ 65 കൊല്ലം കഴിഞ്ഞ് സിറ്റുവേഷൻ ഇതായിരുന്നു. 30 crore ഇന്ത്യൻസ് ഹാഡ് നോ എഡ്യൂക്കേഷൻ, നോ സ്കിൽസ്. സ്കിൽസ് ഇല്ല, എഡ്യൂക്കേഷൻ ഇല്ല. അതിൻ്റെ മീനിങ് എന്താണ്? എല്ലാ 4 ഇന്ത്യൻസിൽ നിന്ന് 3 ഇന്ത്യൻസ് വിത്തൗട്ട് സ്കിൽസ്, വിത്തൗട്ട് എഡ്യൂക്കേഷനാണ് അവർ പണിയെടുക്കുന്നത്. എടുക്കാൻ അന്ന് 2014 അവരുടെ സിറ്റുവേഷൻ. നെക്സ്റ്റ്, ഇതായിരുന്നു ജോബ് ഗ്രോത്ത് UPA ടൈം. UPA എന്ന് പറഞ്ഞാൽ UPA വിത്ത് CPM സപ്പോർട്ട്. 3 out of 4 people in workforce were unskilled. നെക്സ്റ്റ്, ഇന്ന് ഓൾ ഇന്ത്യ ലെവലിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് റെക്കോർഡ് ലോസിലാണ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇതൊരു ആവറേജ് ആണ്. ഏറ്റവും ഹൈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ് കോൺഗ്രസ് റൂൾ സ്റ്റേറ്റ്സ്. അത് എടുത്തു കഴിഞ്ഞാൽ ദി അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വിൽ ഈവൻ ഫോൾ ഫർദർ. നെക്സ്റ്റ്, വിമൻ വർക്ക് ഫോഴ്സ്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ്, എംപവറിംഗ് വിമൻ ലൈക്ക് നെവർ ബിഫോർ. ഇതെല്ലാം ഞാൻ പറയുന്നത് ഒരു റീസൺ ആണ്. എൻ്റെ ഒരു ഹമ്പിൾ ഒപ്പീനിയനാണ്, ഈ ഇലക്ഷൻ ടൈമിൽ ഇതാണ് ഡിബേറ്റ് ചെയ്യേണ്ടത്, ഡിസ്കോസിൻ്റെ മെറ്റീരിയൽ. എന്തെല്ലാമാണ് ഒരു ഗവൺമെൻറ് ചെയ്തത്, എന്തെല്ലാമാണ് ഒരു MP ചെയ്തത്, അതെല്ലാം വിട്ട് ഈ ഒരു എപ്പീസ്മെൻറ്റ്, ആൻറ്റി BJP ഓരോരോ കഥ ഉണ്ടാക്കിയിട്ട് ജയരാജൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കൂടെ ഒരു ഡീലുണ്ട്, അതുകൊണ്ട് BJP ലെഫ്റ്റിൻ്റെ കൂടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അത് എന്തിനാണ് പറയുന്നത്? അത് തെലങ്കാനയിൽ BRSൻ്റെ കഥ പറഞ്ഞിട്ട് അവിടുന്ന് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടിയ സ്ട്രാറ്റജി ഇവിടെയും ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് ഡിബേറ്റ് ആവണം. ഇതൊരു ഡെമോക്രാറ്റിക് പ്രോസസ്സാണ്. നമ്മൾ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസിയാണ്. എലക്ഷൻ ഈ നുണയം ഹാഫ് ട്രൂത്ത് കൊണ്ടല്ല ഫൈറ്റ് ചെയ്യേണ്ടത്. ഞാൻ ചാലഞ്ച് ചെയ്യുന്നു എൻ്റെ ഒപ്പോണൻസ്, എൻ്റെ ഫെലോ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പൻറ്റ്, നമുക്ക് ഇത് ഈ ആൻറ്റി BJP വോട്ട് കൺസോളിഡേഷനോ, ഇത് ആൻറ്റി BJPൻ്റെ എലക്ഷൻ അല്ല. ഇത് ഇന്ത്യൻ്റെ ഡെവലപ്മെൻറ്റും നമ്മുടെ കേരള നാടിൻ്റെ ഡെവലപ്മെൻറ്റും തിരുവനന്തപുരത്തും ഡെവലപ്മെൻറ്റിൻ്റെ ഇലക്ഷനാണ്. അങ്ങനെ ഒരു നല്ല ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡിയൻ്റെ ഒരു കോമ്പറ്റീഷൻ ആക്കണം, നമ്മുടെ പെർഫോമൻസിൻ്റെ കോമ്പറ്റീഷൻ ആക്കണം. ആൾക്കാരെ മിസ്ലീഡ് ചെയ്ത് പേടിപ്പിച്ച് അവരെ വോട്ട് എടുക്കാൻ ശ്രമിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്ലൈഡ് ഡോക്യുമെന്റ് ഞങ്ങൾ സർക്കുലേറ്റ് ചെയ്യാം, അത് അപ്ലോഡും ചെയ്യാം വെബ്സൈറ്റിൽ. ഇതിനെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ ഐ എം റെഡി. താങ്ക് യു. അതല്ല ഞാൻ പറഞ്ഞത്. ഈ എലക്ഷൻ എൻ്റെ എങ്ങനെ ഇൻറ്റഗ്രിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ പറയാം. ഞാനിപ്പോൾ ആരാണ് IPL സ്കാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അതൊന്നും ഞാൻ പറഞ്ഞല്ല. ഞാൻ ഓൺ ഇഷ്യൂസാണ് ഈ എലക്ഷനിൽ കമ്പീറ്റ് ചെയ്യുന്നത്. ഞാനിത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? വെറുതെ ഒരു കമ്മ്യൂണിറ്റീൻ്റെ പേടിപ്പിച്ച് നുണയും ഹാഫ് ട്രൂത്തും പറഞ്ഞ്, ഇവിടെ ഒരു ഇൻ്റലക്ച്വൽ MP ആണല്ലോ, അദ്ദേഹം ഒരു പച്ച കള്ളം പറഞ്ഞു, that political asylum for Muslims will be prevented by CA. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം നുണയാണെന്ന്. എന്തിനാ പറയുന്നത്? EP ജയരാജൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വൈഫിന്റെ ആരോ ഒരു ബിസിനസ് ഡീലുണ്ടെങ്കിൽ അത് കോൺഗ്രസും അല്ല BJPയും CPMന്റെ എഗ്രിമെന്റ് ആണോ? ഇതെല്ലാം ഒരു ഫിക്ഷൻ. എന്തിന്? ഒരു കമ്മ്യൂണിറ്റീനെ പേടിപ്പിക്കാൻ, അത്രേ ഉള്ളൂ. ആൻഡ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു, ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ജനങ്ങളെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രാറ്റജി ഇവിടെ നടക്കില്ല. അത് തെലങ്കാനയിൽ ഇറ്റ് മേ ഹാവ് വർക്ക്, ഇവിടെ നടക്കില്ല. ഞാൻ നടക്കാൻ സമ്മതിക്കില്ല. ഇവരുടെ ഓരോരോ നുണ ഐ വിൽ എക്സ്പോസ് ഇറ്റ്. അതിൽ ടൈം സ്പെൻഡ് ചെയ്ത് എക്സ്പോസ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യും. ബട്ട് ഈ എൻ്റെ ഒരു സബ്മിഷൻ,
ഈ എലക്ഷൻ ഷുഡ് ബി ഫോട്ട് ഓൺ ദ മെയിൻ ഇഷ്യൂസ്. ഇവിടെ 15 കൊല്ലമായിട്ട് MP എന്ത് ചെയ്തു, അതിന് ഞങ്ങൾ മറക്കാൻ പോകുന്നില്ല, മറക്കാൻ പാടില്ല. അതിപ്പോ നാഷണൽ ഹൈവേന്റെ പ്രോജക്റ്റിന്റെ ക്രെഡിറ്റ് എടുത്ത് ആണെങ്കിൽ MP പറയുന്നത് ഫൈൻ. അപ്പോൾ അതിൽ ഞാൻ ഒരു റെസ്പോൺസ് കൊടുത്തല്ലോ. പിന്നെ ചന്ദ്രയാന്റെ ക്രെഡിറ്റ് എടുക്കണം, അതും തിരുവനന്തപുരത്ത് നല്ല ലോഞ്ച് ആയത്. ഒരു ബിസിനസ് ഞാൻ ഇത് ക്ലാരിഫൈ ചെയ്ത ഇത് പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ്. ഇതിന്റെ ഈ ഇഷ്യൂവിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന അങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യില്ലേ പ്ലീസ്. ഞാനത് ആസ്ക്ഡ് ആൻഡ് ആൻസേർഡാ. ഇന്ന് ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് വാട്ട് ആർ ദ മെയിൻ ഇഷ്യൂസ് ഫോർ ദിസ് എലക്ഷൻ. അല്ല നോക്കുന്നു, ഞങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ 2 റെസ്പോൺസിബിൾ പാർട്ടീസിന് 2 ലീഡർ ഇങ്ങനെ ഓരോരോ സാധനം പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്നു അത് നുണയാണെന്ന് ഞാൻ പറയുന്നു. അത് വാട്ട് മോർ കൻ ഐ സേ? ഒരു വിശ്വപൗരമെന്ന് പറഞ്ഞ MP, ഭയങ്കര ഇന്റലക്ച്വൽ MP, അസൈലം ഈസ് ബാൻഡ് ബിക്കോസ് ഓഫ് CA എന്ന് പറഞ്ഞാൽ ആരെന്തായിരുന്നു ചോദിക്കാത്തത്? ഇത് എങ്ങനെയാണ് കൺക്ലൂഷൻ? ഇത് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? എന്തിനാണ് ആൾക്കാരെ പേടിപ്പിക്കുന്നത്? ഇതിനെ പറ്റൊന്നുമില്ലേ? അയ്യോ, ഞാൻ വളരെ രാത്രി ഉണ്ടാക്കിയ പ്രസന്റേഷൻ ഇതിനെപ്പറ്റി ഒന്ന് ചോദിക്കണേ. അത് ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ മാറ്റം വരും. അതെ, അല്ല എന്താ ഈ ക്വസ്റ്റ്യൻ? ഇവിടെ ചെയ്തിട്ടില്ലാന്നോ? ചെയ്തിട്ടില്ലാന്നാ പറഞ്ഞു. അത് വേറെ പ്രസന്റേഷൻ തരാം ഞാൻ. അല്ല 2 ദിവസത്തിൽ അല്ല ഞാൻ വിളിക്കാം. അല്ല നോക്കൂ, അങ്ങനെ ഒരു അല്ല എന്നെ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത അല്ല എയിംസിനെ പറ്റി എന്താ ഞാൻ പറഞ്ഞത്? ആ, അപ്പൊ ഞാൻ ഇന്ന് പറയുന്നു, ഞാൻ MP ആയി കഴിഞ്ഞ് മന്ത്രിയായ ഇവിടെ എയിംസ് കൊണ്ടുവരാൻ ഞാൻ 100% എഫേർട്ട് ഇടും. അല്ലെങ്കിൽ പിന്നെ അല്ല, അപ്പൊ അത് MP-യോട് ചോദിക്കൂ. MP അല്ല ഇപ്പൊ ഒരു വലിയ പറഞ്ഞു ഞാൻ ഹൈവേ ചെയ്തു, ഞാൻ മറ്റേത് ചെയ്തു. ഞാനല്ലല്ലോ MP. 15 കൊല്ലമായിട്ട് ഇവിടെ ഒരു MP ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ അവിടെ എന്താ ചോദിക്കാത്തത്? എനിക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണത്. ഞാൻ MP ആവാത്തൊരു സ്ഥലത്ത് ഞാനാണ് എയിംസ് കൊണ്ടുവരുന്നത്. എന്താ ഇവിടുന്ന് MP ഇല്ലല്ലോ BJP-യിൽ. മലയാളി MP ഉണ്ട്, ബട്ട് മുരളീധരൻജി മഹാരാഷ്ട്രയിൽ നിന്നാണ്, ഞാൻ കർണാടകയിൽ നിന്നാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് എലക്ടഡ് MP-നോടല്ലേ? എന്താ എയിംസ് വരാത്തത്? അപ്പൊ ആവശ്യമുണ്ടെന്ന് ഞാനും റെക്കഗ്നൈസ് ചെയ്യുന്നു. അല്ല, കേരളത്തിൽ ഞാനിപ്പോ എല്ലാം പറഞ്ഞത്, ഞാൻ തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ കേരളയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം കേരള നാടിൻ്റെ തലസ്ഥാനമാണ്. തിരുവനന്തപുരത്തിൽ വികസനം വന്ന, ഇൻവെസ്റ്റ്മെന്റ് വന്ന കേരള നാടിൻ്റെ ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാവും, നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്നതാണ്. അതാണ് ശരിക്കും ഇതിൻ്റെ ആൻസർ. ഞാൻ പറഞ്ഞ അത് പിന്നെ രാഷ്ട്രീയമാണെന്ന് കരുതും. ഫോർ എക്സാമ്പിൾ, എൻ്റെ മിനിസ്ട്രി ജൽശക്തി, സേഫ് ഡ്രിങ്കിങ് വാട്ടർ, കാശ് റെഡിയാണ്, ബഡ്ജറ്റിന് അനൗൺസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് അതിൻ്റെ മാച്ചിങ് ഫണ്ട്സ് സ്റ്റേറ്റിന് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം സ്റ്റേറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇവിടുത്തെ ഡെവലപ്മെൻറ്റിൻ്റെ മേലെ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ക്ലിയർ ആണ്. എന്തോ ഗവൺമെന്റ് ഡേറ്റ, ഇതെല്ലാം പബ്ലിഷ്ഡ് ഒഫീഷ്യൽ ഡേറ്റ.
മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്ലാനിങ് പബ്ലിഷ് ഡേറ്റ. അല്ല, ഞാൻ ഇതിൻ്റെ കീശനെടുത്ത ഡേറ്റ അല്ല, അതാണ് ക്വസ്റ്റ്യൻ. അല്ല, നോക്കൂ, ഇത് ഞാൻ സാധനം കാണിച്ചത്. ഇത് LDFിൻ്റെ ഗവൺമെൻറ്റിന് സുപ്രീം കോർട്ടിൻ്റെ സബ്മിഷൻ. വി ഹാവ് നോ പോസിബിലിറ്റി എക്സെപ്റ്റിംഗ് IT ആൻഡ് ടൂറിസം. ഇത് അവർ പറഞ്ഞ അതിൻ്റെ മീനിങ് എന്താ? ഈ നാട്ടിൽ വേറെ ഒന്നും നടക്കില്ല എന്നാ പറഞ്ഞ്, അഗ്രികൾച്ചറിൽ ഇക്കോണമി ഉണ്ടാവില്ല എന്നാ പറഞ്ഞ്, ബ്ലൂ ഇക്കോണമി ഉണ്ടാവില്ല എന്നാ പറഞ്ഞ്, മാനുഫാക്ചറിങ് ഉണ്ടാവില്ല എന്നാ പറഞ്ഞ്. ഇത് അവരുടെയാണിത്. ഇത് സുപ്രീം കോർട്ടില് പിണറായി വിജയന്റെ ലോയർ കപിൽ സിബൽ സബ്മിറ്റ് ചെയ്തതാ. ഇതാ യെസ്റ്റർഡേ, ഇന്നലെ. ഞാൻ വായിക്കരാ. അല്ല, ഞാൻ വായിക്കാം. We have no possibility of manufacturing. Only source of income is tourism and IT. Agriculture മറന്നുപോയി, ബ്ലൂ ഇക്കോണമി, ഫിഷിംഗ് മറന്നുപോയി. ഇതെല്ലാം ഓരോരോ കൺട്രി ഉണ്ട്. അവർ ബ്ലൂ ഇക്കോണമിയിൽ നന്നായി മുമ്പോട്ട് പോകുന്ന കൺട്രീസ് ഉണ്ട്. ആരാ പറഞ്ഞത് മാനുഫാക്ചറിങ് പറ്റില്ല എന്ന്, ഇവിടെ നടക്കില്ല എന്ന്? ഇവിടെ ഉണ്ടായിരുന്നല്ലോ മാനുഫാക്ചറിങ്, ഇലക്ട്രോണിക്സ് എല്ലാം എത്രയോ കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, SFI, DYFI അവരുടെ കാരണം ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് വരുന്നില്ല, അത് വേറെ. അവരുടെ അഡ്മിഷനാണിത്. ഇത് അവരാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇക്കണോമിക് മാനേജ്മെന്റ് അറിയില്ല, ഇവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല. 7 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇസ് ഡിക്ലൈനിങ് ഇൻ കേരള. 7 കൊല്ലമായിട്ട് അഗ്രികൾച്ചറൽ ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്യുന്ന സ്റ്റേറ്റാണ്. ഇതാണ് റിയാലിറ്റി. ഇതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ആന്റി BJP ഫ്രണ്ട് അല്ല ഡിസ്കസ് ചെയ്യേണ്ടത് ഇലക്ഷൻ ടൈമിൽ. ഈ വിഴിഞ്ഞത്തിന് തെക്ക് ഭാഗത്തായിട്ട് ഈ തീരശോഷണം ഭയങ്കരമായിട്ടുണ്ട്, കടൽ തീരശോഷണം. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു കഴിഞ്ഞ ദിവസം എന്താ പറയുകയുണ്ടായി? ഞാൻ വളരെ കോൺഫിഡൻസ് കൊണ്ട് പറയുന്നത്, ഞാനിത് പൊളിറ്റിക്കൽ റെട്രിക് അല്ല. ഞാനിപ്പോൾ ഈ 17-16 ദിവസത്തിൽ എല്ലാ 100% പ്രോബ്ലംസ് അല്ല, വളരെ ജാസ്തി പ്രോബ്ലംസിനെ പറ്റി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തെല്ലാമാണ് പ്രോബ്ലംസ്, എവിടെയെല്ലാം പ്രോബ്ലംസ്. ഞാൻ കോൺഫിഡൻ്റ്ലി പറയുന്നു, നരേന്ദ്രമോദിജി ഗവൺമെൻറ്റിൻ്റെ കൂടെ ഇരുന്ന് പണിയെടുത്ത ഈ എല്ലാ പ്രോബ്ലംസിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, താല്പര്യമുണ്ട്, കഴിവുണ്ട് എന്ന് ഞാൻ പറയുന്നത്. മോഡസ്റ്റ്ലി സബ്മിറ്റ് ചെയ്തു. അതെ, എൻ്റെ ഒരു ഞാൻ 18 കൊല്ലമായിട്ട് രാഷ്ട്രീയത്തിൽ, എന്നെ ഇങ്ങനെ ഇത് ആദ്യത്തെ രാഷ്ട്രീയമല്ല. ഞാനിപ്പോൾ സോറി ടു സേ ദിസ്, എല്ലാ മടിയൻ രാഷ്ട്രീയം ചെയ്യുന്ന മടിയന്മാർ, അവരെ പിന്നെ ഞാൻ എൻ്റെ എഫേർട്ട് കിട്ടാറുണ്ട്. എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ പ്രൊഡക്റ്റീവ് വർക്കിൽ ബിലീവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഓരോന്ന് പറയുന്നത്, അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇത് ധൈര്യം ഉണ്ടെങ്കിൽ കോട്ട് പോട്ടെ. അതൊന്നും ചെയ്യില്ല അവർ. ഇങ്ങനെ ഓരോരോ ഹാഫ് ഇൻഫർമേഷൻ, ഇതെല്ലാം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പോളിറ്റിക്സ്. അതുകൊണ്ടല്ലേ നല്ല ആൾക്കാരെല്ലാം കോൺഗ്രസ് വിട്ട് വേറെ പോകുന്നത്. ആർക്കത് ഇഷ്ടം ഇങ്ങനെ ഓരോരോ നുണയും ഹാഫ് ഇൻഫർമേഷൻ എടുത്ത് രാഷ്ട്രീയം ചെയ്യുന്നത്? ഞങ്ങൾക്കെല്ലാം പ്രൊഡക്റ്റ് ഇന്ത്യനെ മുമ്പോട്ട് കൊണ്ടുപോകണം, തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം, കേരളത്തിന് മുമ്പോട്ട് കൊണ്ടുപോകണം. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്, അതാണ് ഞങ്ങൾ ചെയ്യുന്ന താല്പര്യം, അത് ഞങ്ങൾ ചെയ്യുന്ന കഴിവുണ്ട്. താങ്ക് യു. നമസ്കാരം.